വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പേസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു മോഡൽ പേപ്പറാണ് കേട്ടോ. ഇനി വരുന്ന എക്സാമുകൾക്കൊക്കെ പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി നമ്മൾ കുറേ മോഡൽ പേപ്പേഴ്സ് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സുകളിൽ കാണാത്തുണ്ടെങ്കിൽ പോയി കാണാം. അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് സബ്ജക്റ്റ് വൈസ് ആയിട്ടും അല്ലാതെയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മോഡൽ പേപ്പേഴ്സ്, കറണ്ട് അഫെയർസ്, SCERT ക്ലാസ്സുകളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചത് ആരുടെ വ്യവസ്ഥകൾ ഓർ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ്? ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചത് ആരുടെ വ്യവസ്ഥകൾ അനുസരിച്ചിട്ടാണ്? ആരുടെയാണ്? ക്യാബിനറ്റ് മിഷൻ പ്ലാൻ അല്ലേ? 1946 ക്യാബിനറ്റ് മിഷൻ പ്ലാൻ വരുന്നത്. ആ ക്യാബിനറ്റ് മിഷൻ പ്ലാൻ അനുസരിച്ചാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോകായുക്തയെയും ഉപലോകായുക്തയെയും നിയമിക്കുന്നത് ആരുടെ ശുപാർശകൾ പ്രകാരമാണ്? ലോകായുക്തയെയും ഉപലോകായുക്തയെയും നിയമിക്കുന്നത് ആരുടെ ശുപാർശ പ്രകാരമാണ്? മുഖ്യമന്ത്രി, നിയമസഭാ സ്പീക്കർ, പ്രതിപക്ഷ നേതാവ്. മുഖ്യമന്ത്രി, നിയമസഭാ സ്പീക്കർ, പ്രതിപക്ഷ നേതാവുമായി ബന്ധപ്പെട്ട് അവരുടെ ശുപാർശകൾ പ്രകാരമാണ് ലോകായുക്തയെയും ഉപലോകായുക്തയെയും നിയമിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു പൊതു അധികാരിയുടെ അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കാത്തത് മൂലം മറ്റൊരാൾക്ക് ദോഷകരമാകുന്നതിനെതിരെ പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? ഒരു പൊതു അധികാരിയുടെ അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കാത്തത് മൂലം മറ്റൊരാൾക്ക് ദോഷകരമാകുന്നതിനെതിരെ പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? മാൻഡമസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 ഏകീകൃത സിവിൽ കോഡ് നിയമം പാസ്സാക്കിയ സംസ്ഥാനം ഏതാണ്? 2024 ഏകീകൃത സിവിൽ കോഡ് നിയമം പാസ്സാക്കിയ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡാണ്. നമ്മൾ കണ്ടല്ലോ 2025 ഡിഗ്രി പ്രിലിംസ് സ്റ്റേജ് 1 വന്ന ക്വസ്റ്റ്യൻ ആണല്ലോ അല്ലേ. ഏകീകൃത സിവിൽ കോഡ് നിയമം പാസ്സാക്കിയ സംസ്ഥാനം എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡാണ്. എന്നാൽ ഗോവയിൽ നിലവിലുണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ഗോവയാണ്. ഇപ്പോൾ നിയമം പാസ്സാക്കിയ സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ 2024 ഏകീകൃത സിവിൽ കോഡ് നിയമം പാസ്സാക്കിയ സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ഉത്തരാഖണ്ഡാണ്. നെക്സ്റ്റ്, കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുക എന്ന് പറയുന്നത് കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണെന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഇവിടെ അലക്സാണ്ടർ തോമസ് എന്നാണ് തന്നിരിക്കുന്നത്. തെറ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് തിരഞ്ഞെടുക്കുക. പുറന്തോട്, ആവരണം എന്നിവയ്ക്കിടയിലുള്ള ധാതുക്കളുടെ ഘടനയിലെ മാറ്റത്തെ അടിസ്ഥാനമാക്കിയുള്ള വിച്ഛേദനത്തിൻ്റെ ഇടുങ്ങിയ മേഖലയെ മൊഹറോവിസ്ക് വിച്ഛേദനം എന്ന് വിളിക്കുന്നു. പുറന്തോട്, മുകളിലെ ആവരണം എന്നിവയെ ഒരുമിച്ച് അസ്തനോസ്ഫിയർ എന്ന് വിളിക്കുന്നു. ഇതിൽ ശരിയായത് ഏതാണ്? ഒന്നാമത്തെയാണ് അല്ലേ. പുറന്തോട്, ആവരണം എന്നിവയ്ക്കിടയിലുള്ള ധാതുക്കളുടെ ഘടനയിലെ മാറ്റത്തെ അടിസ്ഥാനമാക്കിയുള്ള വിച്ഛേദനത്തിൻ്റെ ഇടുങ്ങിയ മേഖലയെ മൊഹറോവിസ്ക് വിച്ഛേദനം എന്ന് വിളിക്കുന്നു. അപ്പോൾ പ്രസ്താവന 1 ശരിയാണ്, 2 തെറ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സമുദ്രപ്രവാഹങ്ങളുടെ രൂപവൽക്കരണത്തിന് പിന്നിലെ പ്രാഥമിക ചലനശക്തി ഏതാണ്? സമുദ്രപ്രവാഹങ്ങളുടെ രൂപവൽക്കരണത്തിന് പിന്നിലെ പ്രാഥമിക ചാലശക്തി ഏതാണ്? സമുദ്രപ്രവാഹങ്ങളുടെ രൂപവൽക്കരണത്തിന് പിന്നിലെ പ്രാഥമിക ചാലശക്തി ഏതാണ്? വിൻഡ് പാറ്റേണുകളും ഭൂമിയുടെ ചലനവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് പെരിയാർ നദിയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? പെരിഞ്ഞാൻകുട്ടി, ഇടമലയാർ എന്നിവ എന്തിനെയാണ്? പെരിയാർ നദിയുടെ പോഷക നദികളാണ് അല്ലേ. പെരിഞ്ഞാൻകുട്ടിയും ഇടമലയാറും പെരിയാർ നദിയുടെ പോഷക നദികളാണ്. ഗായത്രി പുഴ ഏതിൻ്റെതാണ്? ഭാരതപ്പുഴയുടെ പോഷക നദിയാണ് അല്ലേ. ഗായത്രി പുഴ ഭാരതപ്പുഴയുടെ പോഷക നദികളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ പ്രധാന താപവൈദ്യുത നിലയങ്ങൾ, അവയിൽ ഉപയോഗിക്കുന്ന ഇന്ധനം എന്നിവയിൽ ശരിയായത് ഏതെല്ലാമാണ്? പ്രധാന താപവൈദ്യുത നിലയങ്ങളും അവയിൽ ഉപയോഗിക്കുന്ന ഇന്ധനവുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏതാണ്? കായംകുളത്ത് നാഫ്തയാണ്, ശരിയാണ്. ബ്രഹ്മപുരത്ത് ഡീസലാണ്, ശരിയാണ്. നല്ലളത്തും ഡീസലാണ്, ശരിയാണ്. അപ്പോൾ 1, 2, 3 ശരിയാണ്. സി ആണ് ഓപ്ഷൻ വരുന്നത്. 1, 2, 3 ശരിയാണ്. കായംകുളം നാഫ്ത, ബ്രഹ്മപുരം ഡീസൽ, നല്ലളം ഡീസൽ. നെക്സ്റ്റ്,
ഇന്ത്യയുടെ 55ാമത് കടുവാ സങ്കേതം. ഇന്ത്യയുടെ 55ാമത്തെ കടുവാ സങ്കേതം ഏതാണ്? ധോൽപൂർ കരൗളി. ധോൽപൂർ കരൗളിയാണ് ഇന്ത്യയുടെ 55ാമത്തെ കടുവാ സങ്കേതം ഏതാണ്? ധോൽപൂർ കരൗളി. നെക്സ്റ്റ്, അമൃതവാണി മാസിക ആരംഭിച്ച നവോത്ഥാന നായകൻ ആരാണ്? അമൃതവാണി മാസിക ആരംഭിച്ച നവോത്ഥാന നായകൻ ആരാണ്? അമൃതവാണി മാസിക ആരംഭിച്ച നവോത്ഥാന നായകൻ ആരാണ്? ആഗമാനന്ദ സ്വാമികൾ. ആഗമാനന്ദ സ്വാമികളാണ് അമൃതവാണി മാസിക ആരംഭിച്ച നവോത്ഥാന നായകൻ ആരാണ്? ആഗമാനന്ദ സ്വാമികൾ. നെക്സ്റ്റ്, ഇന്ത്യൻ റിഫോംസ് അസോസിയേഷൻ സ്ഥാപിച്ചത് ആരാണ്? ഇന്ത്യൻ റിഫോംസ് അസോസിയേഷൻ സ്ഥാപിച്ചത് ആരാണ്? ആരാണ്? കേശബ് ചന്ദ്ര സെൻ. കേശബ് ചന്ദ്ര സെൻ ആണ് ഈ റിഫോംസ് അസോസിയേഷൻ സ്ഥാപിച്ചത്. ആരാണ്? കേശബ് ചന്ദ്ര സെൻ. നെക്സ്റ്റ്, താഴെ പറയുന്നതിൽ ശരിയായ ജോഡികൾ ഏതാണ്? താഴെ പറയുന്നതിൽ ശരിയായ ജോഡികൾ ഏതാണ്? നോക്കാം. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ 1789 ജൂൺ 20 നിലവിൽ വന്നു. ശരിയാണല്ലോ. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ 1789 ജൂൺ 20 ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ 1789 ജൂൺ 20 ബാസ്റ്റർ ജയിലിൻ്റെ തകർച്ച 1789 ജൂലൈ 14 ശരിയാണ്. 1789 ജൂലൈ 14 ബാസ്റ്റർ ജയിലിൻ്റെ തകർച്ച. ലൂയി 16 വധശിക്ഷയ്ക്ക് വിധേയനാക്കിയത് 1793 ജനുവരി 21 ലൂയി 16 വധശിക്ഷയ്ക്ക് വിധേയനാക്കിയത് 1793 ജനുവരി 21 റോബസ്പിയർ വധിക്കപ്പെട്ട തീയതി 1794 ജൂലൈ 28 റോബസ്പിയർ വധിക്കപ്പെട്ടത് 1794 ജൂലൈ 28 അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ 1789 ജൂൺ 20 വന്നു. ബാസ്റ്റൽ ജയിലിൻ്റെ തകർച്ച 1789 ജൂലൈ 14 വന്നു. ലൂയി 16 വധശിക്ഷയ്ക്ക് വിധേയനാക്കിയത് 1793 ജനുവരി 21 റോബസ്പിയർ വധിക്കപ്പെട്ട തീയതി 1794 ജൂലൈ 28 ഓപ്ഷൻ എ ആണ് ശരി വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നതിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിനുള്ള കാരണങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് അല്ലേ. അപ്പോൾ ഏതൊക്കെയാണ് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് നോക്കാം. വിലക്കയറ്റവും ക്ഷാമവും ജനങ്ങളിൽ സൃഷ്ടിച്ച അതൃപ്തി എന്ന് പറയുന്നത് എന്താണ്? ക്വിറ്റ് ഇന്ത്യ സമരത്തിനുള്ള കാരണമാണ്. രണ്ടാം ലോക യുദ്ധത്തിൽ ബ്രിട്ടൻ പരാജയപ്പെടുമെന്ന തോന്നൽ, അതും ശരിയാണ്. ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ബ്രിട്ടൻ കാണിച്ച വൈമനസ്യം എന്നിവയൊക്കെയാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിലേക്ക് നയിച്ചത്. വിലക്കയറ്റവും ക്ഷാമവും ജനങ്ങളിൽ സൃഷ്ടിച്ച അതൃപ്തി, രണ്ടാം ലോക യുദ്ധത്തിൽ ബ്രിട്ടൻ പരാജയപ്പെടുമെന്ന തോന്നൽ, ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ബ്രിട്ടൻ കാണിച്ച വൈമനസ്യം എന്നിവയൊക്കെ എന്താണ്? ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട കാരണങ്ങളാണ് അല്ലേ. അപ്പോൾ ഇതിൽ ഉൾപ്പെടാത്തെന്ന് പറഞ്ഞിട്ട് ഒന്നും തന്നിട്ടില്ല. അപ്പോൾ ഇവയൊന്നും എല്ലാം എന്നാണ് ഇവിടെ ആൻസർ തരുന്നത് കേട്ടോ. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ 2025 UN രാജ്യാന്തര വർഷങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? 2025 UN രാജ്യാന്തര വർഷങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? വനിതാ കർഷകരുടെ രാജ്യാന്തര വർഷമാണ്. വനിതാ കർഷകരുടെ രാജ്യാന്തര വർഷമാണ് ഇതിൽ ഉൾപ്പെടാത്തത്. നമുക്ക് 2025 UN രാജ്യാന്തര വർഷങ്ങളിൽ ഉൾപ്പെട്ട വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സമാധാനത്തിൻ്റെയും വിശ്വസ്തതയുടെയും രാജ്യാന്തര വർഷമാണ്. ഹിമാനികളുടെ സംരക്ഷണത്തിൻ്റെ രാജ്യാന്തര വർഷമാണ്. സഹകരണത്തിൻ്റെ രാജ്യാന്തര വർഷമാണ്. എന്താ പറയുന്നത്? 2025 എന്ന് പറയുന്നത് UN വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സമാധാനത്തിൻ്റെയും വിശ്വസ്തതയുടെയും രാജ്യാന്തര വർഷം, ഹിമാനികളുടെ സംരക്ഷണത്തിൻ്റെ രാജ്യാന്തര വർഷം, സഹകരണത്തിൻ്റെ രാജ്യാന്തര വർഷം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? തെറ്റായ പ്രസ്താവന ഏതാണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതി 1950 മുതൽ 55 വരെ എന്നാണ് തന്നിരിക്കുന്നത്. നമുക്കറിയാം 1951 മുതൽ 56 വരെയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി. രണ്ടാം പഞ്ചവത്സര പദ്ധതി മഹലനോബിസ് മാതൃക എന്നാണ് അറിയപ്പെടുന്നത്. ശരിയാണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതി മഹലനോബിസ് മാതൃക എന്നറിയപ്പെടുന്നു. ഒന്നാം പഞ്ചവത്സര പദ്ധതിയെ ഹരോൾഡ് ഡോമർ മാതൃക എന്നറിയപ്പെടുന്നു. ശരിയാണല്ലോ. ഒന്നാം പഞ്ചവത്സര പദ്ധതിയെ ഹരോൾഡ് ഡോമർ മാതൃക എന്നറിയപ്പെടുന്നു. അഞ്ചാം പഞ്ചവത്സര പദ്ധതിയെ ഗരീബി ഹട്ടാവോ എന്നറിയപ്പെടുന്നു. അഞ്ചാം പഞ്ചവത്സര പദ്ധതിയെ ഗരീബി ഹട്ടാവോ എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ഇതാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി 1951 മുതൽ 56 വരെയാണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതി മഹലനോബിസ് മാതൃക എന്നറിയപ്പെടുന്നു. ഒന്നാം പഞ്ചവത്സര പദ്ധതി ഹരോൾഡ് ഡോമർ മാതൃകയാണ്. അഞ്ചാം പഞ്ചവത്സര പദ്ധതി ഗരീബി ഹട്ടാവോ എന്ന് പറയുന്ന പദ്ധതിയാണ് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ സ്വീകരിച്ചത് മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. ശരിയാണല്ലോ. ശരിയാണല്ലേ. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ സ്വീകരിച്ചത് മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് ചോദിക്കാറുണ്ട്. മിശ്ര സമ്പദ് വ്യവസ്ഥയാണെന്ന് ചോദിക്കാറുണ്ട്.
കേന്ദ്രീകൃത സാമ്പത്തിക ആസൂത്രണം നടപ്പാക്കാൻ 1950 ഇന്ത്യ പ്ലാനിംഗ് കമ്മീഷൻ കൊണ്ടുവന്നു. പ്ലാനിംഗ് കമ്മീഷൻ കൊണ്ടുവന്നത് 1950 കേന്ദ്രീകൃത സാമ്പത്തിക ആസൂത്രണം നടപ്പിലാക്കുന്നതിനായിട്ടാണ് പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത്. ശരിയാണ്. ആസൂത്രണ കമ്മീഷന് പകരം നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1 ശരിയാണല്ലോ. ആസൂത്രണ കമ്മീഷന് പകരം നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1 ശരിയാണ്. നീതി ആയോഗിന്റെ പ്രഥമ CEO സിന്ധുശ്രീ കുള്ളറാണ്. നീതി ആയോഗിന്റെ പ്രഥമ CEO സിന്ധുശ്രീ കുള്ളറാണ്. അതും ശരിയാണ്. അപ്പോൾ എല്ലാം ശരിയാണ് വരുന്നത്. പഠിച്ചു വയ്ക്കുക. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ സ്വീകരിച്ചത് മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. കേന്ദ്രീകൃത സാമ്പത്തിക ആസൂത്രണം നടപ്പിലാക്കാൻ 1950 ഇന്ത്യ പ്ലാനിംഗ് കമ്മീഷൻ കൊണ്ടുവന്നു. ആസൂത്രണ കമ്മീഷന് പകരം നീതി ആയോഗ് നിലയിൽ വന്നത് 2015 ജനുവരി 1 നീതി ആയോഗിന്റെ പ്രഥമ CEO സിന്ധുശ്രീ കുള്ളറാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ DS കോത്താരി കമ്മീഷന്റെ ശുപാർശകളിൽ ഉൾപ്പെട്ടത് ഏതാണ്? DS കോത്താരി കമ്മീഷന്റെ ശുപാർശകളിൽ ഉൾപ്പെട്ടത് ഏതാണ്? 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടത്തുക എന്ന് പറയുന്നത് DS കോത്താരി കമ്മീഷനാണ്. സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്താണ്? DS കോത്താരി കമ്മീഷനാണ്. ധാർമ്മിക വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുക എന്ന് പറയുന്ന ലക്ഷ്യം എന്തിൻ്റെയാണ്? DS കോത്താരി കമ്മീഷൻ്റെയാണ്. അപ്പോൾ ഇവയെല്ലാം ആൻസറാണ് വരുന്നത്. 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടത്തുക, സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം, ധാർമ്മിക വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുക എന്നിവയ്ക്ക് എന്താണ്? DS കോത്താരി കമ്മീഷന്റെ ശുപാർശകളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1990-കളിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ പ്രകടമായ മാറ്റം ഏതാണ്? 1990-കളിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ പ്രകടമായ മാറ്റം ഏതാണ്? പൊതുമേഖലയ്ക്ക് പകരം സ്വകാര്യ മേഖലയ്ക്ക് പ്രാധാന്യം നൽകി. പൊതുമേഖലയ്ക്ക് പകരം സ്വകാര്യ മേഖലയ്ക്ക് പ്രാധാന്യം നൽകി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലക്ഷദ്വീപിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക് ഏതാണ്? ലക്ഷദ്വീപിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക് ഏതാണ്? HDFC ആണ് ലക്ഷദ്വീപിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക്. നെക്സ്റ്റ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. തെറ്റായത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ഡോക്ടർ രംഗനാഥ മിശ്രയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ഡോക്ടർ രംഗനാഥ മിശ്രയാണ്. ശരിയാണ്. മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച പരാതികളിൽ അന്വേഷണം നടത്താൻ കമ്മീഷന് അധികാരമുണ്ട്. അന്വേഷണം നടത്താനും പരാതി പരിഹരിക്കുവാനും ആർക്ക് അധികാരമുണ്ട്? കമ്മീഷന് അധികാരമുണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ 1993 പാർലമെന്റ് പാസാക്കിയ മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരം നിലവിൽ വന്ന സ്ഥാപനമാണ്. മനുഷ്യാവകാശ സംരക്ഷണ കമ്മീഷൻ എന്താണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരം 1993 പാർലമെന്റ് പാസാക്കിയ മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരം നിലവിൽ വന്ന സ്ഥാപനമാണ്. മനുഷ്യാവകാശ ലംഘനം നടത്തുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുവാൻ കമ്മീഷൻ അധികാരമുണ്ടെന്ന് പറയുന്നുണ്ട്. അതാണ് ഇവിടുത്തെ തെറ്റായിട്ടുള്ള പ്രസ്താവന. കാരണം എന്താണ്? അന്വേഷണങ്ങളിലെ പരാതി പരിഹരിക്കുവാനും അന്വേഷണം നടത്തുവാനൊക്കെ അവർക്ക് അധികാരമുണ്ടെങ്കിലും മനുഷ്യാവകാശ കമ്മീഷന് അധികാരമുണ്ടെങ്കിലും ശിക്ഷാ നടപടികളുമായിട്ടൊരു ബന്ധവും മനുഷ്യാവകാശ കമ്മീഷൻ ഇല്ല. എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും തെറ്റിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതില്ല എന്നാണ്. ഓക്കെ. നെക്സ്റ്റ്. 2005 വിവരാവകാശ നിയമത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാമാണ്? 2005 വിവരാവകാശ നിയമത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? പൗരന്മാർക്ക് വിവരങ്ങൾ അറിയുവാനുള്ള അവകാശം ഉറപ്പുവരുത്തുക എന്ന് പറയുന്നത് ലക്ഷ്യമാണ്. അഴിമതി നിയന്ത്രിക്കുക, ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്യ ബോധമുണ്ടാക്കുക, ഗവൺമെന്റിന്റെ പ്രവർത്തനം സുതാര്യമാക്കുക എന്നിവയൊക്കെ എന്താണ്? 2005 വിവരാവകാശ നിയമത്തിന്റെ ലക്ഷ്യങ്ങളാണ്. പൗരന്മാർക്ക് വിവരങ്ങൾ അറിയുവാനുള്ള അവകാശം ഉറപ്പുവരുത്തുക, അഴിമതി നിയന്ത്രിക്കുക, ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്യ ബോധമുണ്ടാക്കുക, ഗവൺമെന്റിന്റെ പ്രവർത്തനം സുതാര്യമാക്കുക എന്നിവയൊക്കെ എന്താണ്? വിവരാവകാശ നിയമത്തിന്റെ ലക്ഷ്യങ്ങളാണ്. 1, 2, 3, 4 ശരിയാണ്. നെക്സ്റ്റ്. താഴെ പറയുന്നതിൽ ഏതാണ് ഈ ഗവേണൻസിന്റെ ഗുണങ്ങളിൽ ഉൾപ്പെടുന്നവ? ഈ ഗവേണൻസിന്റെ ഗുണങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെയാണ്? നോക്കാം. സുതാര്യത, ഉത്തരവാദിത്യം, സർക്കാർ പ്രവർത്തനങ്ങളിലെ ചെലവ് ലാഭിക്കൽ എന്നിവയൊക്കെ എന്താണ്? ഈ ഗവേണൻസിന്റെ ഗുണങ്ങളാണ്. സുതാര്യത, ഉത്തരവാദിത്യം, സർക്കാർ പ്രവർത്തനങ്ങളിലെ ചെലവ് ലാഭിക്കൽ. ഈ മുകളിൽ പറഞ്ഞ എല്ലാതും എന്താണ്? ഈ ഗവേണൻസിന്റെ ഗുണങ്ങളിൽ പെടുന്നവയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക.
ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ രൂപീകരിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. ശരിയാണല്ലോ. ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ രൂപീകരിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ രൂപീകരിക്കുന്ന ഗവർണറാണെന്നാണ് തന്നിരിക്കുന്നത്. ഗവർണർ അല്ല, സംസ്ഥാന നിയമസഭയാണ് അല്ലേ. അപ്പം സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ രൂപീകരിക്കുന്ന ഗവർണറാണെന്ന് പറയുന്നത് ഒരു തെറ്റായ പ്രസ്താവനയാണ്. 2. ഇനി ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ രൂപീകരിക്കുന്നത് ജില്ലാ കളക്ടറാണെന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ്, ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ രൂപീകരിക്കുന്നത് ജില്ലാ കളക്ടറാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതും തെറ്റാണ്. നെക്സ്റ്റ്, ഉപഭോക്താക്കളുടെ പരാതി പരിഹരിക്കുന്നതിന് വേണ്ടി ജില്ലാതലത്തിൽ സംസ്ഥാന തലത്തിലുമായി ഒരു ത്രിതല എൻഫോഴ്സ്മെന്റ് മെഷീനറി സ്ഥാപിക്കുന്നതിന് ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. തെറ്റായ പ്രസ്താവന 2, 3 ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ ഭേദഗതി പ്രകാരം തെരഞ്ഞെടുപ്പിൽ മുതിർന്ന പൗരന്മാർക്കുള്ള തപാൽ വോട്ട് സൗകര്യം ലഭ്യമാകുന്ന പ്രായം എത്രയാണ്? കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ ഭേദഗതി പ്രകാരം തെരഞ്ഞെടുപ്പിൽ മുതിർന്ന പൗരന്മാർക്കുള്ള തപാൽ വോട്ട് സൗകര്യം ലഭ്യമാകുന്ന പ്രായം 85 വയസ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ടൈപ്പ് 1 പ്രമേഹം തടയാനാവുന്നതല്ല. ശരിയാണ്. ടൈപ്പ് 1 പ്രമേഹം തടയാനാവുന്നതല്ല. ടൈപ്പ് 2 പ്രമേഹം പലപ്പോഴും ആരോഗ്യകരമായ ഭക്ഷണക്രമം, ചിട്ടയായ ശാരീരിക പ്രവർത്തനങ്ങൾ, സാധാരണ ശരീരഭാരം നിലനിർത്തൽ, പുകയില ഉപയോഗം ഒഴിവാക്കൽ എന്നിവയിലൂടെ തടയാവുന്നതാണ്. അതും ശരിയാണ്. അപ്പോൾ ടൈപ്പ് 1 പ്രമേഹം തടയാനാവുന്നതല്ല. ടൈപ്പ് 2 എന്ന് പറയുന്നത് പ്രമേഹം പലപ്പോഴും ആരോഗ്യകരമായ ഭക്ഷണക്രമം, ചിട്ടയായ ശാരീരിക പ്രവർത്തനങ്ങൾ, സാധാരണ ശരീരഭാരം നിലനിർത്തൽ, പുകയില ഉപയോഗം ഒഴിവാക്കൽ എന്നിവയിലൂടെ തടയാവുന്നതാണ്. രണ്ടും ശരിയാണ്. നെക്സ്റ്റ്, നാഷണൽ അർബൻ ഹെൽത്ത് മിഷൻ NUHM കുറിച്ച് പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രാഥമികമായി നഗരങ്ങളിലെ ഭവനരഹിതരും കുടിയേറ്റക്കാരും ഉൾപ്പെടെയുള്ള നഗരങ്ങളിലെ ദരിദ്രരുടെ ആരോഗ്യ സംരക്ഷണ ആവശ്യങ്ങൾ പരിഹരിക്കാനാണ് NRHM ലക്ഷ്യമിടുന്നത്. ശരിയാണ്. NUHM ലക്ഷ്യമിടുന്നത് പ്രാഥമികമായി നഗരങ്ങളിലെ ഭവനരഹിതരും കുടിയേറ്റക്കാരും ഉൾപ്പെടെയുള്ള നഗരങ്ങളിലെ ദരിദ്രരുടെ ആരോഗ്യ സംരക്ഷണ ആവശ്യങ്ങൾ പരിഹരിക്കാനാണ് NUHM ലക്ഷ്യമിടുന്നത്. നാഷണൽ റൂറൽ ഹെൽത്ത് മിഷനോടൊപ്പം നാഷണൽ ഹെൽത്ത് മിഷൻ്റെ കീഴിലുള്ള ഒരു സബ് മിഷനാണിത്. നാഷണൽ റൂറൽ ഹെൽത്ത് മിഷനോടൊപ്പം നാഷണൽ ഹെൽത്ത് മിഷൻ്റെ കീഴിലുള്ള ഒരു സബ് മിഷനാണിതെന്ന് പറയുന്നതും ശരിയാണ്. അപ്പം ശരിയായ ആൻസർ വരുന്നത് 1ഉം 2ഉം മാത്രമാണ്. നെക്സ്റ്റ്, 2025 നടന്ന നാറ്റോയുടെ സൈനിക അഭ്യാസം ഏതാണ്? 2025 നടന്ന നാറ്റോയുടെ സൈനിക അഭ്യാസം ഏതാണ്? സ്റ്റെഡ് ഫാസ്റ്റ് ഡാർട്ട് 2025. സ്റ്റെഡ് ഫാസ്റ്റ് ഡാർട്ട് 2025. 2025 നടന്ന നാറ്റോയുടെ സൈനിക അഭ്യാസമാണ് സ്റ്റെഡ് ഫാസ്റ്റ് ഡാർട്ട് 2025. നെക്സ്റ്റ്, ഇവയിൽ പുനഃസ്ഥാപിക്കാവുന്ന ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണം ഏതാണ്? പുനഃസ്ഥാപിക്കാവുന്ന ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണം ഏതാണ്? ജിയോ തെർമൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞരിൽ ആർക്കാണ് ഭാരതരത്ന ലഭിച്ചിട്ടുള്ളത്? ആർക്കാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം. ഡോക്ടർ APJ അബ്ദുൽ കലാമിന് മാത്രമാണ് ഇന്ത്യൻ ശാസ്ത്രജ്ഞരിൽ ഭാരതരത്നം ലഭിച്ചിട്ടുള്ളത്. നെക്സ്റ്റ്, വ്യക്തിയെ തിരിച്ചറിയുക. ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിനെ നയിച്ച ഇന്ത്യൻ വനിതയാണ്. ഒളിമ്പിക്സ് അത്ലറ്റിക്സിൽ സെമി ഫൈനലിൽ പ്രവേശിച്ച ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ്. 1998 പത്മശ്രീ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ആർക്കാണ്? ഷൈനി വിൽസനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇതൊക്കെയാണ് ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിനെ നയിച്ച ഇന്ത്യൻ വനിത. ഒളിമ്പിക്സ് അത്ലറ്റിക്സിൽ സെമി ഫൈനലിൽ പ്രവേശിച്ച ആദ്യ ഇന്ത്യൻ വനിത. 1998 പത്മശ്രീ ലഭിച്ചിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ്, കാലഗണന ക്രമത്തിൽ എഴുതുക. ഇതാണ് റെഡി ആയിട്ട് വരുന്നത്. ആദ്യം വരുന്നത് അഞ്ചുതെങ്ങ് കലാപമാണ്. നെക്സ്റ്റ് വരുന്നത് ആറ്റിങ്ങൽ കലാപം വരും. പിന്നെ കുണ്ടറ വിളംബരം. നെക്സ്റ്റ് കുറിച്യ കലാപം. 2, 1, 4, 3 ആണ് ആൻസർ വരുന്നത്. അഞ്ചുതെങ്ങ് കലാപം 1695 അഞ്ചുതെങ്ങ് കലാപം 1697. ആറ്റിങ്ങൽ കലാപം 1721. ഇനി കുറിച്യ കലാപം എന്നാണ്. കുറിച്യ കലാപം നടന്നത് 1812 കുറിച്യ കലാപം നടന്നത്. കുണ്ടറ വിളംബരം 1809 കുണ്ടറ വിളംബരം നടന്നത്.
അപ്പോൾ ഫസ്റ്റ് വരുന്നത് ഏതാണ്? 1697 അഞ്ചുതെങ്ങ് കലാപം. സെക്കൻഡ് ആറ്റിങ്ങൽ കലാപം 1721. കുണ്ടറ വിളംബരം 1809. കുറിച്ച് കലാപം 1812. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പൊതിച്ചോറ് എന്ന ചെറുകഥ രചിച്ചത് ആരാണ്? പൊതിച്ചോറ് എന്ന ചെറുകഥ രചിച്ചത് ആരാണ്? രചിച്ചത്? കാരൂറിനെയാണ്. പൊതിച്ചോറ് എന്ന ചെറുകഥ ആരുടേതാണ്? കാരൂറിൻ്റെയാണ്. നെക്സ്റ്റ്, 2024-25 വിജയ് ഹസാരെ ട്രോഫി വിജയിച്ച ക്രിക്കറ്റ് ടീം ഏതാണ്? 2024-25 വിജയ് ഹസാരെ ട്രോഫി വിജയിച്ച ക്രിക്കറ്റ് ടീം ഏതാണ്? കർണാടകയാണ്. നെക്സ്റ്റ്, പ്രഥമ ഇന്റർനാഷണൽ ഒളിമ്പിക്സ് റിസർച്ച് കോൺഫറൻസിന് ആതിഥേയത്വം വഹിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? പ്രഥമ ഇന്റർനാഷണൽ ഒളിമ്പിക്സ് റിസർച്ച് കോൺഫറൻസിന് ആതിഥേയത്വം വഹിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ്. നെക്സ്റ്റ്, 2022 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2022 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? മിഥുൻ ചക്രവർത്തിക്ക്. നെക്സ്റ്റ്, അന്തരിച്ച നടി KPSC ലളിതയുടെ ആദ്യത്തെ സിനിമ ഏതാണ്? കൂട്ടുകുടുംബം. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ നിന്നും ശരിയായി പൊരുത്തപ്പെടുന്ന ജോഡി നോവലുകളും അനുബന്ധ പ്രധാന കഥാപാത്രങ്ങളും കണ്ടെത്തുക. ഭീമൻ രണ്ടാം മൂഴത്തിലെ കഥാപാത്രമാണ് ഭീമൻ. ആടുജീവിതത്തിലെ മുജീബ് എന്നാണ് തന്നിരിക്കുന്നത്. നജീബാണല്ലേ? ആടുജീവിതത്തിലെ നജീബാണ്. ഇനി വിമല മഞ്ഞിലെ ആണ് വിമല എന്ന് പറയുന്നത്. മനുഷ്യരുടെ ആമുഖത്തിലെ കഥാപാത്രമാണ് ജിതേന്ദ്രൻ എന്ന് പറയുന്നത്. 1, 3, 4 ശരി വരുന്നത്. രണ്ടാം മൂഴം ഭീമൻ, മഞ്ഞ് വിമല, മനുഷ്യരുടെ ആമുഖം ജിതേന്ദ്രൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിവിധ കായിക ഇനങ്ങളും പേരും കളിക്കാരുടെ എണ്ണവും നൽകിയിരിക്കുന്നു. താഴെ പറയുന്നവയുമായി പൊരുത്തപ്പെടുത്തുക. പോളോ എന്ന് പറയുന്നത്, പോളോയിൽ എത്ര പേരുണ്ട്? 4, 4 പേരാണ്. പോളോയിലുള്ളത് എത്രയാണ്? 4 പേരാണ്. പോളോയിലുള്ളത് 4 പേരാണ്. ഇനി റഗ്ബിയിൽ ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? റഗ്ബിയിൽ വരുന്നത് 15 പേര് തന്നെയാണ്. റഗ്ബിയിൽ വരുന്നത് 15 പേരാണ്. ഇനി വോളിബോളിൽ വരുന്നത് 6 പേരാണ്. വോളിബോളിൽ 6 പേരാണ്. ബേസ്ബോളിൽ എത്ര പേരാണ്? 9 പേരാണ്. ബേസ്ബോളിൽ 9 പേരാണ്. അപ്പോൾ പോളോ 4, റഗ്ബി 15, വോളിബോൾ 6, ബേസ്ബോൾ 9. ഓപ്ഷൻ വരുന്നത് എ ആണ്. എ ഓപ്ഷനാണ്. നെക്സ്റ്റ്, കൂരിരുട്ടിൻ്റെ കിടാത്തി എന്നാൽ സൂര്യപ്രകാശത്തിനുറ്റ തോഴി എന്ന വരികൾ ആരുടേതാണ്? കൂരിരുട്ടിൻ്റെ കിടാത്തി എന്നാൽ സൂര്യപ്രകാശത്തിനുറ്റ തോഴി എന്ന വരികൾ ആരുടേതാണ്? വൈലോപ്പിള്ളിയുടേതാണ്. നെക്സ്റ്റ്, ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ലോകത്തെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായി അറിയപ്പെടുന്നത് ആൻഡ്രോയിഡ് ആണ്. സ്മാർട്ട് ഫോൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ആൻഡ്രോയിഡ് ആണ്. ശരിയാണ്. ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറക്കിയ വർഷം 2008 ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറക്കിയത് 2008. ആൻസർ വരുന്നത് ഏതാണ്? 1, 2 ശരിയെന്നാണ്. നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്നതിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമായി ബന്ധമുള്ള പ്രസ്താവന ഏതാണ്? നോക്കാം. ഫയൽ മാനേജ്മെൻറ്റ്, പ്രോസസ് മാനേജ്മെൻറ്റ്, മെമ്മറി മാനേജ്മെൻറ്റ് ഒക്കെ എന്താണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ? ഫയൽ മാനേജ്മെൻറ്റ്, പ്രോസസ് മാനേജ്മെൻറ്റ്, മെമ്മറി മാനേജ്മെൻറ്റ് എന്നിവ. നെക്സ്റ്റ്, ഇവയെല്ലാം ശരിയാണ്. നെക്സ്റ്റ്, എന്താണ് EBCDIC? EBCDIC എന്ന് വെച്ചാൽ ഏതാണ് എന്ന് പറയുന്നത്? ആൻസർ വരുന്നത് ഏതാണ്? 8 ബിറ്റ് ആൽഫ ന്യൂമറിക് കോഡാണ്. EBCDIC എന്ന് പറയുന്നത് എന്താണ്? 8 ബിറ്റ് ആൽഫ ന്യൂമറിക് കോഡാണ്. നെക്സ്റ്റ്, വ്യാജ ഡിജിറ്റൽ സിഗ്നേച്ചറുമായി ബന്ധപ്പെട്ട IT ആക്ടിലെ വകുപ്പ് എത്രയാണ്? വ്യാജ ഡിജിറ്റൽ സിഗ്നേച്ചറുമായി ബന്ധപ്പെട്ട IT ആക്ടിലെ വകുപ്പ് എത്രയാണ്? 73ാമത്തെ വകുപ്പാണ്. വ്യാജ ഡിജിറ്റൽ സിഗ്നേച്ചറുമായി ബന്ധപ്പെട്ട വകുപ്പ് ഏതാണ്? 73. നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്നതിൽ OTT എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? OTT എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഓവർ ദ ടോപ്പ് എന്നാണ്. OTT എന്ന് വെച്ചാൽ എന്താണ്? ഓവർ ദ ടോപ്പ്. നെക്സ്റ്റ്, 1857 വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിലെ ഇന്ത്യക്കാരും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള അനുപാതം എത്രയാണ്? 1857 വിപ്ലവം പൊട്ടിപ്പുറപ്പെടുമ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിലെ ഇന്ത്യക്കാരും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള അനുപാതം എത്രയായിരുന്നു? 6:1 ആയിരുന്നു. 6:1 ബ്രിട്ടീഷുകാരും ഇന്ത്യക്കാരും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള അനുപാതം 6:1 ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയുടെ ശരിയായ ക്രമം തിരഞ്ഞെടുക്കുക.
ശരിയായ ക്രമം വരുന്നത് ഏതാണ്? ആദ്യം വരുന്നത് ധർ കമ്മീഷനാണ്, പിന്നെ JVP കമ്മിറ്റി, പിന്നെ ഫസൽ അലി കമ്മീഷൻ. നേരെ ഓപ്പോസിറ്റ് ആണ് പോകുന്നത്. ധർ കമ്മിറ്റി, JV കമ്മിറ്റി, ഫസൽ അലി കമ്മീഷൻ. ഓപ്ഷൻ വരുന്നത് B ആണ്, 3, 2, 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1951 പൊതു തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തെ കേരളം 2 ഭാഗങ്ങളായിട്ടാണ് വോട്ട് ചെയ്തത്. അവ ഏതെല്ലാമാണ്? 1951 ഫസ്റ്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ കേരളം 2 ഭാഗങ്ങളായിട്ടായിരുന്നു വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഏതൊക്കെ തമ്മിലാണ്? തിരൂർ കൊച്ചിയും മലബാറും. നെക്സ്റ്റ്. ഐക്യരാഷ്ട്ര സംഘടനയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏതാണ്? ഐക്യരാഷ്ട്ര സംഘടനയെ കുറിച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ പ്രസ്താവനകൾ നോക്കാം. ഒലിവർ ലിങ്കൺ ലിൻഡ്ക്വിസ്റ്റ് ആണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ലോഗോ രൂപകൽപ്പന ചെയ്ത്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ലോഗോ രൂപകൽപ്പന ചെയ്ത ആരാണ്? ഒലിവർ ലിങ്കൺ ലിൻഡ്ക്വിസ്റ്റ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട യാൾട്ട സമ്മേളനം നടന്നത് 1945 ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട് യാൾട്ട സമ്മേളനം നടന്നത് 1945 ഐക്യരാഷ്ട്ര സംഘടന നിലവിൽ വന്നത് 1945 ഒക്ടോബർ 24 ഐക്യരാഷ്ട്ര സംഘടന നിലവിൽ വന്നത് 1945 ഒക്ടോബർ 24 അപ്പോൾ ഐക്യരാഷ്ട്ര സംഘടനയെ കുറിച്ച് പഠിക്കുക. ഒലിവർ ലിങ്കൺ ലിൻഡ്ക്വിസ്റ്റ് ആണ് ലോഗോ രൂപകൽപ്പന ചെയ്ത. ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട യാൾട്ട സമ്മേളനം നടന്നത് 1945 ഐക്യരാഷ്ട്ര സംഘടന നിലവിൽ വന്നത് 1945 ഒക്ടോബർ 24 നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ഇംഗ്ലണ്ടുമായി ബന്ധപ്പെട്ടവയുടെ കൂടുതൽ പെടാത്തത്? മാഗ്ന കാർട്ട, മഹത്തായ വിപ്ലവം, പ്രൊട്ടക്ടറേറ്റ് സംവിധാനം എന്നിവയ്ക്ക് എന്താണ്? ഇംഗ്ലണ്ടുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ. ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് ഇംഗ്ലണ്ടുമായി ബന്ധപ്പെട്ടതല്ല. അപ്പോൾ 4ാമത്തെയാണ് ഇവിടെ ആൻസർ വരുന്നത്. മാഗ്ന കാർട്ട, മഹത്തായ വിപ്ലവം, പ്രൊട്ടക്ടറേറ്റ് സംവിധാനം എന്നിവ ഇംഗ്ലണ്ടുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം.